കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോയിൽക്കാവ് സ്വദേശിനി ശ്രീനന്ദയാണ് മരിച്ചത്. കൊയിലാണ്ടി ശ്രീനാരായണ ഗുരുദേവ കോളേജിലെ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും മുറിവുള്ളത് ദുരൂഹത ഉയർത്തുന്നുണ്ട്. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ, പല ദുരൂഹതയും ഉണ്ട്, പല സംശയങ്ങളുമുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ടോം, 21 വയസ്സുള്ള ശ്രീനാരായണ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിനിയായ ശ്രീനന്ദയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവ് പോലെ തന്നെ ചൊവ്വാഴ്ച കോളേജിൽ ശ്രീനന്ദ പോയിരുന്നു. അതിനുശേഷം വീട്ടിൽ വൈകുന്നേരത്തോടുകൂടി എത്തി, 5:00 വീട്ടിൽ എത്തി. ഇതിനുശേഷം സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്ത് കാണാനായി മാതാപിതാക്കൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരം ഈ ശ്രീനന്ദയെ കൂടി പോകാൻ വിളിച്ചിരുന്നു. പക്ഷേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനന്ദ തനിച്ചായിരുന്നു ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഈ മാതാപിതാക്കൾ ഉത്സവം കണ്ട് മടങ്ങിയെത്തിയ ശേഷം തിരിച്ചു വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഒരുപാട് തവണ മുട്ടി വിളിച്ചെങ്കിലും തുറന്നില്ല. തുടർന്ന് വീടിൻ്റെ സമീപത്തുള്ള ജനലിൽ കൂടി മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോഴാണ് അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പിന്നീട് അയൽവാസികളൊപ്പം ചേർന്ന് വാതിൽ തകർത്താണ് അകത്ത് പ്രവേശിപ്പിച്ച് ശ്രീനന്ദയെ താഴെ ഇറക്കിയത്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. എന്തായാലും ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും ഒരു മുറിപ്പാട് പ്രത്യക്ഷമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിപ്പാട് കണ്ടതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ, സംശയങ്ങൾ ഉയർത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ